വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അപേക്ഷയിൽ ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ അഡ്മിഷനായിട്ട് പോകുന്നത് ആ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. ഈ ഒരു അപേക്ഷാ ഫോം നിങ്ങൾക്ക് സ്കൂളിൽ മാത്രമേ ലഭിക്കുള്ളൂ. അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിൽ പോയി കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഈ ഒരു ഫോം ലഭിക്കുന്നതല്ല. അല്ലെങ്കിൽ HSK വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു ഫോമിൻ്റെ ആ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഹയർ ഓർ സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു PDF-ൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, അത് നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും ഈ ഒരു ഫോം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നൽകിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാല പ്രവേശനം 2024 ഹയർ ഓപ്ഷൻ റദ്ദാക്കുന്നതിനുള്ള അപേക്ഷാ ഫോം എന്നാണ്. അപ്പോൾ അപേക്ഷാ ഫോം എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ ഒരു ഫോം പൂരിപ്പിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക, അതായത് എഴുതുക. പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷമാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഇനീഷ്യൽ സഹിതം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുക. അതിനുശേഷം കത്തിടപാടിനുള്ള വിലാസവും ഫോൺ നമ്പറും, അത് നിങ്ങളുടെ പേരും അതുപോലെ വീട്ടുപേര് അതുപോലെ വിലാസം ഫോൺ നമ്പർ എന്നിവ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മുൻ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ നമ്പർ ഏതാണ്. ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനായിരുന്നു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ ഇത് എല്ലാ വിദ്യാർത്ഥികളും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരിക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. എനിക്കിപ്പോൾ 3ഉം 2ഉം ഓപ്ഷൻ വേണ്ട എന്ന് കരുതുക, അതായത് 3ഉം 2ഉം ഓപ്ഷൻ വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓപ്ഷൻ നമ്പർ 5 എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു സ്കൂളിൻ്റെ നമ്പർ 1001, അതുപോലെ ലഭിച്ച കോമ്പിനേഷൻ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോഴ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് 39 അതായത് കൊമേഴ്സ് ആണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ എനിക്ക് ഇവിടെ ഒഴിവാക്കേണ്ടത്, ഞാൻ ജസ്റ്റ് അറിയാതെ നടുക്ക് കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോഴ്സാണ് എനിക്ക് ഇപ്പോൾ ഒഴിവാക്കേണ്ടത് എന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉയർന്ന ഓപ്ഷനുകളെല്ലാം റദ്ദാക്കി ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സ്ഥിരപ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് എനിക്കിപ്പോൾ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് 5ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ 5ാമത്തെ ഓപ്ഷന് മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ റദ്ദാക്കിയിട്ട് നിങ്ങൾ 5ാമത്തെ ഓപ്ഷനിൽ സ്ഥിരപ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് ഞാൻ ഇല്ല എന്നായിരുന്നു, കാരണം എനിക്ക് 2ഉം 3ഉം ഓപ്ഷനെ മാത്രമേ റദ്ദാക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇല്ല എന്ന് എഴുതുകയും അതിനുശേഷം പിന്നീട് ഞാനിപ്പോൾ ഇവിടെ അടുത്തതായിട്ട് 7ാമതായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്, അതായത് ഈ ഒരു ഫോമിലുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഹയർ ഓപ്ഷൻസ് റദ്ദാക്കുന്നതിനായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ്റെ നമ്പർ, അതായത് 2ഉം 3ഉമാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2, അതുപോലെ തന്നെ 3, അതുപോലെ തന്നെ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്കൂളിൻ്റെ കോഡ്, അതായത് ഏതാണോ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന സ്കൂൾ, ആ ഒരു സ്കൂൾ ഏതാണ് എന്നുള്ളത്, അതായത് ആ ഒരു സ്കൂളുകൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1001, 1002 ജസ്റ്റ് ഇത് വെറുതെ കാണിച്ചതാണ്. അതിനുശേഷം ആ ഒരു കോമ്പിനേഷൻ്റെ കോഡ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ്റെ കോഡ് എന്താണെന്നുള്ളത് ഇവിടെ എഴുതുക. അതായത് ജസ്റ്റ് ഹ്യൂമാനിറ്റീസ് ഏത് കോമ്പിനേഷൻ മാറ്റം അനുസരിച്ച് ആ ഒരു കോഡ് മാറും. അപ്പോൾ അതിനനുസരിച്ച് അതുപോലെ നിങ്ങൾക്ക് ഏതാണ് റിമൂവ് ചെയ്യേണ്ടത് അതിൻ്റെ കോഡാണ് നൽകേണ്ടത്. അപ്പോൾ ആ ഒരു കോഡ് നൽകി ആ ഒരു കോഴ്സിൻ്റെ കോഡാണ് നൽകേണ്ടത്. ഇതൊക്കെ നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്, കാരണം നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് റദ്ദ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതായത് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നൽകുന്ന ഓപ്ഷൻ വേണ്ടാത്ത ഓപ്ഷനായിരിക്കണം റദ്ദ് ചെയ്യേണ്ടത്. അല്ലാതെ വേണ്ട ഓപ്ഷൻ്റെ നമ്പർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ച് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കൊരു സത്യപ്രസ്താവന പറയുന്നുണ്ട്, അതായത് ഈ ഒരു അപേക്ഷയിൽ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം ഉയർന്ന ഓപ്ഷനുകളെല്ലാം റദ്ദാക്കി കഴിഞ്ഞാൽ അത്തരം ഓപ്ഷനുകളിലേക്ക് പിന്നീട് എനിക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവും മുൻഗണനയും ഉണ്ടായിരിക്കില്ലെന്ന വസ്തുത എനിക്ക് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരും ഒപ്പം നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരും ഒപ്പം സ്ഥലം, തീയതി, ഈ ഒരു കുറിപ്പ് സ്കൂളിൽ നിന്ന്, അതായത് ഈ ഒരു ഫോം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്കൊരു റെസിപ്റ്റ് നിർബന്ധമായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫോം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്, അത് ആ റെസിപ്റ്റുമായിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഹയർ ഓപ്ഷൻ റദ്ദാക്കാം എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് മാത്രം റദ്ദ് ചെയ്യുക. ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം പൂരിപ്പിച്ച് നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇതെങ്ങനെ ഫോം ഫില്ല് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം സ്കൂളിൽ നിന്നാണ് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നേടാൻ പോകുന്നത് ആ ഒരു സ്കൂളിൽ നിന്ന് ഈ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം പൂരിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ്റെ നമ്പർ കറക്റ്റായിട്ട് തെറ്റാതെ നൽകണം. അഥവാ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ നമ്പർ കൊടുത്തു പോയി കഴിഞ്ഞാൽ അഥവാ അത് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും ആ ഒരു ഓപ്ഷൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഈ ഒരു ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ റദ്ദ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.